നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ലക്ഷങ്ങൾ. ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. നാട്ടുകാരായ 3 യുവാക്കളാണ് പടക്കം പൊട്ടിച്ചത്. സ്വന്തം വീടിന് മുന്നിൽ കൂട്ടുകാരോടൊപ്പം പടക്കം പൊട്ടിക്കുകയായിരുന്നുവെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. പഴയന്നൂർ എളനാട് തിരുമണിയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. തിരുമണിയിലുള്ള മനോജിന്റെ വീട്ടുമുറ്റത്താണ് ആനയിറങ്ങിയത്. മാള അമ്പഴക്കാട് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. പഞ്ഞിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത്. തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ഒരുക്കങ്ങൾ ഡിജിപി വിലയിരുത്തി. ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം പ്രതിനിധികളുമായും ഡിജിപി ചർച്ച നടത്തി. കൊറിയർ വഴി 4 കിലോയിലധികം കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശിയായ വലിയപള്ള ദേശത്ത് സയ്യിദ് മൻസിലിൽ ആഷിഖ് അലി എന്നയാളാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. വാഴക്കോട് പ്ലായി സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി KSTP ചേലക്കര പുതുപാലത്ത് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണ് എടുത്തുമാറ്റാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. MLA UR പ്രദീപ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം പാലിയേക്കര ടോൾ പ്ലാസയിൽ നടത്തിയ വാഹന പരിശോധനയിൽ നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയിരുന്ന 7 ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങളിൽ നിന്നും 11,60,700 രൂപ നികുതി ഇനത്തിൽ ഈടാക്കി. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിൽ സർവീസ് നടത്തിയിരുന്ന വാഹനങ്ങളാണ് പിടികൂടിയത്. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിൽ പൂരത്തിന് തുടക്കമായി. രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് എന്നിവിടങ്ങളിലാണ് തൊഴിൽമേള നടക്കുന്നത്. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മാലാംപറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. ഗുരുവായൂർ ബ്രഹ്മകുളം പാലബസാറിൽ ആളൊഴിഞ്ഞ പറമ്പിലെ പൊട്ടക്കിണറ്റിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 1 മാസത്തിലധികം പഴക്കം തോന്നിയതായി പോലീസ്. വടക്കഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മരം കയറ്റി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ലോറി ഡ്രൈവറും സഹായിയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കഥകളി മദ്ദളാചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ നിര്യാണത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്താൽ അധ്യക്ഷനായി. പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. വാർഡ് മെമ്പർ KR ഔസേബ് ഉദ്ഘാടനം ചെയ്തു. മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാതി ശാസ്താംപേട്ട് കലാസംഘത്തിന്റെ വാർഷികം നാളെ ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ സംഘടിപ്പിക്കും. മച്ചാട് സുബ്രഹ്മണ്യൻ, MS സുജിത്, KS ദിലീപ് മച്ചാട്, VK ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഇടം സാംസ്കാരിക വേദി പ്രവർത്തകർ വെള്ളറക്കാട് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KR രാധിക അധ്യക്ഷയായി. യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കി കല്ലുംപുറത്തെ ഓട്ടോ തൊഴിലാളികൾ. കല്ലുംപുറം സെന്ററിലെ ഹബ്ബിൽ സീബ്ര ലൈൻ വരച്ചാണ് ഓട്ടോ തൊഴിലാളികൾ വാഹനയാത്രക്കാരുടെ സുരക്ഷയൊരുക്കിയത്. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പാപ്പായെ അനുസ്മരിച്ചു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ KP പോളി, സെബി താണിക്കൽ എന്നിവർ സംസാരിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പാപ്പ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തീർത്ഥ കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചു. വികാരി ഫാദർ സെബി ചിച്ചാട്ടുകര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 4-നാണ് ഊട്ടുതിരുനാൾ.
വഖഫ് ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 29-ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ബഹുജന റാലിയുടെ പ്രചരണാർത്ഥം കോടതി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞ സംഘടിപ്പിച്ചു. ഖതീബ് മുസാമിൽ അൻവരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരം അർപ്പിച്ച അനുസ്മരണ സന്ധ്യ സംഘടിപ്പിച്ചു. രൂപതയുടെയും പൌരാവലിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സന്ധ്യയിൽ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദ തദേവോസിന്റെ ഊട്ടുതിരുനാളിന് ഞായറാഴ്ച കൊടിയേറും. ഈ മാസം 29, 30 തീയതികളിലാണ് തിരുനാൾ. മുല്ലശ്ശേരി നല്ല ഇടയന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ടിജോ മുള്ളങ്കര കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ. അമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ അശരണ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി. പുതുക്കാട് തെക്കേതല വീട്ടിൽ വറീദിന്റെ ഭാര്യ ഏലിക്കുട്ടിയുടെ 5ാം ചരമവാർഷിക ദിനത്തിലാണ് മകൻ വർഗീസ് തെക്കേതല അശരണ രോഗികൾക്ക് ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത്. ആനന്ദപുരം തറക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഞായറാഴ്ച നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി മജു, സെക്രട്ടറി വി സോമനാഥൻ, കൺവീനർ കെ വി ഷൈനോജ് എന്നിവർ പങ്കെടുത്തു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ബിജെപി മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള ഒഴിഞ്ഞ സ്ഥലം നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ല. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായി പ്രദേശവാസികൾ. തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തൃശൂരിൽ സംഘടിപ്പിക്കും. ഞായറാഴ്ച വൈകിട്ട് 4-ന് വിളംബര ഘോഷയാത്ര നടക്കും. തൃശൂർ ജില്ലാ ഓഫീസേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 1-ന് ജയചന്ദ്രൻ സ്മൃതി സംഘടിപ്പിക്കും. അയ്യന്തോൾ വനിതാ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മുതൽ സംഘടിപ്പിക്കുന്ന ഗാനസന്ധ്യയിൽ ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരായ 23 ഗായകർ ജയചന്ദ്രന്റെ 25 ഗാനങ്ങൾ പാടും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച തൃശൂരിൽ ഭരണഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിക്കും. 3 മണിക്ക് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ശക്തൻ ഗ്രൌണ്ടിൽ സമാപിക്കും. ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 100 കണക്കിന് ആളുകൾ റാലിയിൽ അണിനിരക്കും. അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് കേരളയുടെ 43-ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 27, 28 തീയതികളിൽ തൃശൂരിൽ നടക്കും. വെള്ളാനിക്കര കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ 28-ന് രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ അനുസ്മരണ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. SSF കയ്പമംഗലം ഡിവിഷൻ സമ്മേളനം 29-ന് നടക്കും. 3 പീടിക വ്യാപാര ഭവനിൽ നടക്കുന്ന ഡിവിഷൻ സമ്മേളനം സമസ്ത മേഖലാ ജനറൽ സെക്രട്ടറി റിജാസുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ഇന്റർ ബാർ ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ മാസം 27 മുതൽ മെയ് 3 വരെ തൃശൂർ ശ്രീ കേരള കോളേജ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് തൃശൂർ ബാർ അസോസിയേഷൻ. 16 ബാർ അസോസിയേഷനുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന 2020 ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. തൃശൂർ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷിവകുപ്പ്, കാർഷിക സർവകലാശാല തുടങ്ങിയവരുടെ സഹകരണത്തോടെ ഈ മാസം 28, 29 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ മാങ്ങാമേള സംഘടിപ്പിക്കും. 28-ന് രാവിലെ മേയർ MK വർഗീസ് മേള ഉദ്ഘാടനം ചെയ്യും. അരിമ്പൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 2, 3, 4, 5 തീയതികളിൽ ആണ് തിരുനാൾ. കയ്പമംഗലം അയ്യൂരിൽ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവം ഈ മാസം 28 മുതൽ മെയ് 4 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 29-ന് രാവിലെ 6:40-ന് ഉത്സവത്തിന് കൊടിയേറും.
ഷൊർണൂരിലെ മാനസ കൾച്ചറൽ ട്രസ്റ്റ് കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ സംഗമവും ദേശീയ നൃത്ത സംഗീത മഹോത്സവവും മെയ് 9, 10, 11 തീയതികളിൽ നടക്കും. സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജെയ്സൺ ക്ലൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 2, 3, 4, 5, 6 തീയതികളിലാണ് തിരുനാൾ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.